മോർണിംഗ്. നിലവിലത്തെ സാഹചര്യങ്ങൾ എങ്ങനെ അതിജീവിക്കണം എന്ന് ചിന്തിക്കുന്ന പലരും ഒരു പക്ഷേ ഇത് ശ്രദ്ധിക്കാനിടയുണ്ടാവും. ഈ സമയത്ത് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലും മനസ്സ് താഴോട്ട് പോകുന്ന സംശയങ്ങളുള്ള മനസ്സുമായിട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യമേ തന്നെ പറയാനുള്ളത്, എല്ലാം ശുഭമായി തീരും എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. പുതിയ സംഭവ വികാസങ്ങൾ, അനുകൂലമായ സംഭവ വികാസങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ഉണ്ടാകുക ചെയ്യുമെന്നും അത് അങ്ങനെയുള്ള സാധ്യതയല്ല നിലവിലിരിക്കുന്നതെങ്കിലും അതങ്ങനെ സാധിക്കും, അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഒരു ശക്തി എനിക്ക് കാണാനിടയാകുമെന്ന് വിശ്വസിച്ച് അഡ്വാൻസ്ഡായിട്ട് തന്നെ നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഗീവ് താങ്ക്സ് ഓൾവേസ്. എപ്പോഴും നന്ദി ഉള്ള മനസ്സോടെ നിലവിൽ ഒരു സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലും നന്ദി പറഞ്ഞ് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിൻ്റെ കലുഷിതമായ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സെപ്പോഴും കലങ്ങി, അല്ലെങ്കിൽ യാതൊരു വ്യക്തതയില്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു പുഴ പോലെ മനസ്സിപ്പോൾ ഒഴുകുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ മേൽ വീണ്ടും കലക്കാൻ ശ്രമിക്കാതെ വെള്ളം ശാന്തമാകുക. വികാര വിക്ഷോഭങ്ങൾ ശാന്തമാകാൻ ശാന്തമായി തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംസാരം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ, അത്യാവശ്യം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം, അല്ലാതെ വഴക്കിനും തർക്കത്തിനും ന്യായീകരണത്തിനും ചോദ്യോത്തരങ്ങൾക്കും ചോദ്യങ്ങൾക്കും ചോദ്യാവലിക്കും അടിപിടിക്കും പോകാതെ ബി സ്റ്റിൽ ആൻഡ് ക്വൈറ്റ്, മിണ്ടാതിരിക്കുക, ഞാൻ ദൈവം എന്നറിയുക എന്ന് പറയുന്ന ഒരു വാചകം വിശുദ്ധ പുസ്തകത്തിലൊക്കെ ഉണ്ട്. അതുപോലെ നിശബ്ദത, ഉത്തരം കാണുക, അവിടെ ശാന്തമാകുക. മനസ്സിൻ്റെ കലുഷിതമായ ഈ അവസ്ഥകൾ ശാന്തമാകട്ടെ. ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ ദൈവം എനിക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് വിശ്വസിച്ച് ഇപ്പോൾ ഒരു അരണ്ട നിലാവെളിച്ചം പോലെ ദൈവത്തിൻ്റെ ശബ്ദം മനസ്സിൽ കിട്ടുന്നുവെങ്കിൽ ആ വെളിച്ചം മതി നിലവിലുള്ള ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ എന്നുള്ള വിശ്വാസത്തിൽ ശാന്തമാകുക, നിശബ്ദത പാലിക്കുക. വിശ്വസിക്കാവുന്ന ആത്മീയ ഇടങ്ങളിൽ നിന്ന് മാത്രം എന്തെങ്കിലും ആശയങ്ങൾ ഷെയർ ചെയ്യുക, വേണ്ടി വന്നാൽ ഉപദേശം തേടുക. ഇപ്പോൾ വേണ്ടത് വികാര വിക്ഷോഭങ്ങളെ വൈകാരികമായ നിലയിൽ തന്നെ മെരുക്കിയെടുക്കുക, ശാന്തത ശീലിക്കുക എന്നുള്ളത് ആണ്. ആരെയും കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇടപെട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്ന വ്യക്തികളെ, ഈ വ്യക്തിയുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഈ ശാന്തതയോടുകൂടി മനസ്സ് ശാന്തമാക്കുക. മെഡിറ്റേഷൻ, നിശബ്ദത പാലിക്കുന്നതിനെയാണ് മെഡിറ്റേഷൻ. ദൈവത്തിൻ്റെ സഹായം, മുൻകാലങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് സഹായം കിട്ടി, ഏതെങ്കിലും പ്രത്യേക ഗൗരവമുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സഹായം കിട്ടിയ രംഗത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ വിഷയത്തിലും എനിക്ക് വിജയം കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ധീരത. എന്നാൽ ഈ ധീരത വേറൊരാളെ കടന്നാക്രമിക്കാനായിട്ടല്ല, സ്വയം രക്ഷിക്കാനായിട്ട് ഈ ധീരത ഉപയോഗിക്കുകയും അങ്ങനെ ഈ വൈകാരിക വിക്ഷോഭത്തെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. ഒരു അക്രമകാരിയായി ഭയപ്പെടുത്തുന്നതായിട്ടുള്ള നമ്മുടെ പഴയ കാലത്ത് നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, നായ കുരച്ചു എന്നതുകൊണ്ട് സൂര്യൻ ഉദിക്കാതെ ഇരിക്കുമോ? ഈ വിശ്വാസമാണ് വേണ്ടത്. ഇപ്പോൾ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വേട്ടയാടുന്നുണ്ട് എങ്കിൽ പോലും വിശ്വസിക്കുക, എൻ്റെ സൂര്യനായി ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തി അത്ഭുതകരം ഞാൻ കാണും. സോ നമ്മുടെ ചിന്തകന്മാർ പറയുന്നുണ്ട്, ഗീവ് യുവർ ട്രബിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ആൻഡ് യു വിൽ സീ ഗോഡ്സ് ഹാൻഡ്സ് ഇൻ യുവർ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇൻ എവറിത്തിങ്സ്. ഗീവ് എവറിത്തിങ് ടു ഗോഡ്സ് ഹാൻഡ്സ് ആൻഡ് യു വിൽ സീ ഗോഡ്സ് ഹാൻഡ്സ് ഇൻ എവറിത്തിങ്. എല്ലാ ആവശ്യങ്ങളിലും സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ കൊടുക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിൻ്റെ കരം കാണാനായിട്ട് കഴിയും. അങ്ങനെ ഉയർന്ന ചിന്താഗതികളിൽ മനസ്സിനെ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല നല്ല ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, ശുദ്ധ ചിന്തയിൽ നിൽക്കൂ, ശുഭചിന്തയിൽ നിൽക്കൂ, അപ്പോൾ ശുഭമായി പര്യവസാനിക്കും. മനസ്സിൽ ശുഭചിന്തകൾ നിറച്ചാൽ അത് ശുഭമായി പര്യവസാനിക്കും. സാഹചര്യങ്ങൾ ഇരുണ്ടതായാലും ശുഭമായി വിശ്വസിച്ച് ദൈവത്തിന് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച
എല്ലാ നന്മകളിലും നന്ദി പറഞ്ഞ് കാത്തിരിക്കുക. ഒരധികാരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ളൊരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ആ അധികാരം ദുർവിനിയോഗം ചെയ്ത് മറ്റൊരാളെ തകർക്കാനായിട്ട് ഉപയോഗിക്കാതെ നല്ല സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു വിഷമത പോലെ വന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലും അവിടെയൊക്കെ ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ പുതിയതായ ഒരു ദൈവത്തിൻ്റെ ശാന്തത, ഒരു മഴവില്ല്, ഒരു പ്രതീക്ഷയുടെ സാഹചര്യം, വലിയ മാറ്റങ്ങളോടുകൂടി നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം വരെയും ഈ നദി കലങ്ങി ഒഴുകുന്നത് ശാന്തം. ഇപ്പോൾ പ്രളയം വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, കുറച്ച് കാലം അതൊരു വലിയ ബുദ്ധിമുട്ട്, ആ ഒരു സമയം വരെ ശാന്തത കൈവരിച്ച്. ഭയം ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഫെയ്ത്ത് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ദ ഓപ്പോസിറ്റ് ഓഫ് ഫിയർ ഈസ് ഫെയ്ത്ത്. സോ റീപ്ലേസ് യുവർ ഫിയർ. ഒരു ഫിയർ വരുമ്പം അതിനെ അതിജീവിച്ച് ഫെയ്ത്തായിട്ട് പറയുക, വിശ്വാസം കൊണ്ട് പറയുക, ഇല്ല ഞാനിത് അതിജീവിക്കും. ഐ ഡിസേർവ് ഹാപ്പിനെസ്, ഞാൻ സന്തോഷം അർഹിക്കുന്നു. ഐ ഡിസേർവ് പീസ്, സമാധാനം ഞാൻ അർഹിക്കുന്നു. ഐ ഡിസേർവ് പീസ്ഫുൾ ജസ്റ്റിസ്, സമാധാനമുള്ള ഒരു നീതിപൂർവമായ ഒരു വിധി ഞാൻ അർഹിക്കുന്നു, അതെനിക്ക് കിട്ടും. അപ്പോൾ ദൈവികമായ ആലോചനകൾ ഹൃദയത്തിൽ വരാൻ തുടങ്ങും. നല്ല ചിന്തകൾ വെക്കുമ്പോൾ നല്ല ആലോചനകൾ വരും. അങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുക, വിശ്വാസത്തിൽ കുതിക്കുക. വിശ്വാസം മാത്രം മതി, അത് മുന്നോട്ട് നമ്മളെ നയിക്കും. അത് ഹൈ കോൺഫിഡൻസ് നമുക്ക് കൊണ്ടുവരികയും ജീവിതത്തിലൊരു വിജയാളിയായി തീരാൻ, നക്ഷത്രം പോലെ ശോഭിക്കാനായിട്ട് ഗുഡ് ലക്കും അനുഗ്രഹങ്ങളും ഭാഗ്യാവസ്ഥകളും എത്രയെല്ലാം സ്ട്രഗിളും വേദനയും ഹൃദയത്തിൽ സംഭവിച്ചാലും നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. ഇത് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് അത് ഷെയർ ചെയ്യുക. എല്ലാ നന്മയും ഉണ്ടാകട്ടെ. താങ്ക് യു.